നമസ്കാരം. വാസ്തുസ്ക്വയർ.com സ്വാഗതം. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ഞാൻ 1-2 എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ധാരാളം കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഒന്ന്, പാലക്കാട് എൻ്റെ വീടിൻ്റെ മുന്നിൽ പൊങ്കാല ഇടാമോ എന്നാണ് ചോദിക്കുന്നത്. ദേവന്മാരും ദേവികളും പാലക്കാട് മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, സർവ്വലോകവ്യാപിയാണ്. അമേരിക്കയിൽ വരെ ധാരാളം മലയാളികൾ ഈ പൊങ്കാല ദിവസം ഇതേ 10:30 പൊങ്കാല ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ രാത്രിയാണ്, എന്നിട്ട് പോലും അവിടെ പൊങ്കാല ഇടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയെ മനസ്സിൽ വണങ്ങിക്കൊണ്ട് ലോകത്തെവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പൊങ്കാലയിടാം, പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പൊങ്കാലയിടാമോ എന്നുള്ളതാണ്. സാധാരണ പൊങ്കാല എന്ന് പറയുന്നത് നിലത്ത്, അതായത് തറയിൽ ചുടുകട്ടയോ അല്ലെങ്കിൽ ഒരു അടുപ്പോ വെച്ചിട്ട് അതിന് പുറത്ത് പൊങ്കാല സൂര്യന് അഭിമുഖമായ, അതായത് കിഴക്ക് നോക്കി പൊങ്കാല ഇടുക എന്നുള്ളതാണ് ശാസ്ത്രം. ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ പൊങ്കാല ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും തന്നെ ആവശ്യം പോലെ സ്ഥലമുണ്ട്. കാർ ഷെഡിൻ്റെ അടുത്തോ എവിടെയെങ്കിലും സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ആ തറയിലിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാമ്പൗണ്ടിനകത്ത്, അപ്പാർട്ട്മെൻറ്റ് കാമ്പൗണ്ടിനകത്ത് നിലത്ത് ഒരു അടുപ്പ് കൂട്ടി ഇതേ സമയം പൊങ്കാല ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ആ പ്രസാദം കഴിക്കാവുന്നവർക്കെല്ലാം കഴിക്കാൻ കൊടുക്കൂ, നല്ലതല്ലേ? അപ്പം അതുകൊണ്ട് എവിടെ വെച്ച് വേണമോ പൊങ്കാല ഇടാം. പ്രത്യേകിച്ച് നിലത്ത്, അതായത് തറയിൽ പൊങ്കാല ഇടുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പൊങ്കാല ആറ്റുകാൽ വരുന്നതിൻ്റെത് മാത്രമല്ല, എല്ലാ മലയാളം 1-ാം തീയതിയും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരു പൊങ്കാല ഇടൂ. വൈകിട്ട് ചൊവ്വയും വെള്ളിയും 5 തിരിയുള്ള വിളക്കും കത്തിച്ച് വയ്ക്കൂ. എന്നിട്ട് അതിൻ്റെ ഫലങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോഴാണ് അതിനകത്തുള്ള വ്യത്യാസം വരുന്നത്. നമുക്ക് വരുന്ന ഊർജം, നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നത് അവിടെയാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേക മറ്റൊരു വിശേഷമുണ്ട്, ഈ കുത്തിയോട്ടം. മധുരാ നഗരത്തെ ചുട്ടരിച്ച കണ്ണകി കൊടുങ്ങല്ലൂരിൽ പോകുന്ന വഴിക്ക് ആറ്റുകാലിൽ താമസിച്ചു എന്നാണ്. അപ്പോൾ ആ കണ്ണകിയുടെ മുന്നിൽ മുറിവേറ്റ ഭടന്മാർ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. ആ മുറിവേറ്റ ഭടന്മാരുടെ പ്രതീകമായിട്ടാണ് ചൂരൽ കുത്ത് എന്നൊരു വഴിപാട് ഈ ക്ഷേത്രത്തിലുള്ളത്. 12 വയസ്സ് വരെയുള്ള ബാലന്മാരാണ് ഈ ചൂരൽ കുത്ത് എന്ന വഴിപാടിലേക്ക് പങ്കെടുക്കുന്നത്. ഇത്തവണ ഏകദേശം 700ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. വൈകിട്ട് 7:30 ഈ കുട്ടികളുടെ മുതുകിൽ ഇരുമ്പ് കൊണ്ടുള്ള നല്ല 2 കൊളുത്ത് ഇങ്ങനെ കൊളുത്തിയെടുക്കും, ആ തൊലിപ്പുറത്തുകൂടി. വേദനിക്കൊന്നുമില്ല. അങ്ങനെ ഒരു വളയം ഉണ്ടാക്കി അതിൽ നിന്നും ഒരു ഭടൻ്റെ ഭീതി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ദേവി പുറത്തെഴുന്നള്ളുമ്പോൾ ഇവരായിരിക്കും ഇതിൻ്റെ മുന്നിൽ ദാസന്മാരായി, മുറിവേറ്റ ഭടന്മാരായി മുന്നിൽ പോകുന്നു. അത് നേരിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും പൊങ്കാല സമയവും പൊങ്കാല നിവേദ്യ സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അതെല്ലാം ഞങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ വേണ്ടി പറയുന്നു. യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെയെങ്കിലും M7 എന്ന് പറയുന്ന ചാനൽ വയ്ക്കുക. ഞാൻ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ്. M7 എന്ന് പറയുന്ന ചാനൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ പൊങ്കാല വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം, ഗൂഗിളിലും കാണാം. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പൊങ്കാലിടുവാൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. ഒരു കലത്തിൽ പൊങ്കാല ഇട്ടു, അത് മാറ്റി വച്ചിട്ട് വേറൊരു കലത്തിൽ വെള്ളച്ചോറ്, അത് മാറ്റി വച്ചിട്ട് വേറൊരു കലത്തിൽ, അപ്പോൾ അടുപ്പുകൾ മാറ്റണോ? വേണ്ട, ഒരൊറ്റ അടുപ്പ് മതി. ഓരോ നിവേദ്യവും ചെയ്തതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഒരടുപ്പിൽ തന്നെ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെ ദേവിക്ക് സമർപ്പിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ.